സമൂഹ മനസാക്ഷി ഞെട്ടിച്ച മധുസൂദൻ വധക്കേസിന്റെ അന്തിമ സാക്ഷി വിസ്താരമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ഗേറ്റ് തുറക്കാൻ വൈകിയതിന് സെക്യൂരിറ്റി ജീവനക്കാരനെ തല്ലിക്കൊന്ന കേസിലെ പ്രതി ബെഞ്ചമിൻ വർഗീസ് ശിക്ഷിക്കപ്പെടുന്നു. പ്രതി ബെഞ്ചമിൻ വർഗീസുമായി പോലീസ് സംഘം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വലിയൊരു ആൾക്കൂട്ടം തന്നെയാണ് കടുത്ത നിയന്ത്രണമുണ്ടായിട്ടും ഇവിടെ എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം ഈ ബസ്സിനകത്ത് നിന്നും ബെഞ്ചമിനെ കോടതി മുറിയിൽ ഹാജരാക്കും. വാദപ്രതിവാദങ്ങൾ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ശിക്ഷാവിധി ഉണ്ടാവുക. സർ പ്രതിഭാഗം വക്കീൽ എന്ന നിലയിൽ താങ്കൾക്ക് ഈ കേസിൽ ആത്മവിശ്വാസം? അല്ലെങ്കിൽ ഞാൻ ഈ പണിക്ക് വരില്ലല്ലോ. സർ കേട്ടില്ല. അല്ലെങ്കിൽ ഞാൻ ഈ പണിക്ക് വരില്ലല്ലോ എന്ന്. കണ്ടില്ലടോ, ലോകത്തുള്ള സകല പത്രക്കാരും ഇവിടെ ഉണ്ട്. എല്ലാ ഡോക്യുമെന്റ്സും കറക്റ്റ്. പ്രശാന്തേ, സാക്ഷികളൊക്കെ വന്നിട്ടില്ലടോ? കൃഷ്ണൊഴിച്ചെല്ലാവരും എത്തിയിട്ടുണ്ട് സാർ. അയാൾ വന്നോളൂ സാറേ. സാക്ഷികളെ പർച്ചേസ് ചെയ്യാൻ ഇന്നലെയും ചില നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്പെഷ്യൽ ബെഞ്ച് റിപ്പോർട്ടാണ്. എടോ, ഈ കേസ് അന്വേഷിച്ച് താൻ ഫ്രെയിം ചെയ്ത് നമ്മൾ ഇനിയിപ്പോൾ എന്ത് കളി നടന്നാലും ഒരു പഞ്ചപാവത്തിനെ പട്ടിയെ പോലെ തല്ലിക്കൊന്ന ശ്വാനപുത്രന് നമ്മൾ തൂക്കുകയറി വാങ്ങിക്കൊടുത്തിരിക്കും. താൻ ബേജാറാവാണ്ടിരിക്കേ. ദൃക്സാക്ഷികളിലൂടെ നമ്മുടെ കയ്യിലുള്ളത്. ശരി. ഇന്നലെ ഒരു 60 രൂപ പെൻഡിങ് ഉണ്ട്. മുകളിലത്തെ നിലയിൽ ആ കേസ് ഒന്ന് സഹായിക്കേണ്ടി വരും. ഇതിൽ 1 രൂപ കുറവുണ്ടല്ലോ. പോപ്പിൻസ് മതിയോ? ഷുഗർ കൂടി. സാറേ അവരെത്തി. നമ്പറിൻ്റെ ഉസ്താദാണ് നമ്മുടെ പ്രതിഭാഗം വക്കീൽ. തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കും. പേടിക്കരുത്. നമുക്ക് പറയാനുള്ളത് കൂളായിട്ട് അങ്ങ് പറയുക. നമുക്ക് പറയാനുള്ളത് കൂളായിട്ട് പറയാം. അതാ. കൃഷ്ണ, ഒരു ചെറിയ ഡെവലപ്മെന്റ് ഉണ്ട്. CCTV ഫുട്ടേജ് റിട്രീവ് ചെയ്തെടുക്കാന്നാണല്ലോ സീഡാക്കിന്ന് പറഞ്ഞിരുന്നത്. അവർക്കത് റിട്രീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ CCTV വിഷ്വൽസ് ഇല്ല അല്ലേ? ഒരു കുന്തുമില്ല. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ് സർ. തുടങ്ങല്ലേ? SC 308/2021 പ്രതി ബെഞ്ചമിൻ വർഗീസ്. എന്താടോ സാരിയിലൊക്കെ? വിശ്വംഭരൻ കൊല്ലപ്പെട്ട മധുസൂദനൊപ്പം സ്കാർലറ്റ് ഫാഷൻസിലായിരുന്നു ജോലി ചെയ്തിരുന്നത്, സെക്യൂരിറ്റി സ്റ്റാഫായി. അതെ. സംഭവം നടന്ന അന്ന് കൊല്ലപ്പെട്ട മധുസൂദനും താങ്കളും രണ്ടാം സാക്ഷി സത്യനാഥനും മാത്രമാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്. ശരിയല്ലേ? ശരിയാണ് സാർ. രാത്രി 8:45 കടയുടെ പുറകിലുള്ള ഗോഡൌണിലേക്ക് കാറിൽ വന്ന പ്രതി ബെഞ്ചമിൻ പല തവണ ഹോൺ അടിച്ചിട്ടും നിങ്ങൾ ഗേറ്റ് തുറക്കാൻ വൈകി. നിങ്ങൾ 3 പേരുണ്ടായിരുന്നിട്ടും അതെന്താ? സാറേ, മധുസൂദനാണ് ഗേറ്റിലുണ്ടായിരുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഫുഡ് കഴിക്കായിരുന്നു. എവിടെ? അവിടെ തന്നെ, ഞങ്ങൾ ഈ വേഷമൊക്കെ മാറുന്ന മുറിയിൽ. ഫോണിൽ വീട്ടിലേക്ക് വിളിച്ച് മകളുടെ രോഗവിവരം തിരക്കുകയായിരുന്ന മധുസൂദനൻ ഹോൺ ശബ്ദവും തുടർച്ചയായ തെരുവിളിയും കേട്ട് ഓടി വന്ന് ഗേറ്റ് തുറന്നു കൊടുക്കുകയായിരുന്നു. ശരിയല്ലേ? ശരിയാണ് സാർ. ഗേറ്റ് തുറന്നയുടൻ പ്രതി ബെഞ്ചമിൻ കാറിൽ ഇരുന്നുകൊണ്ട് തന്നെ മധുസൂദന്റെ ഷർട്ടിന്റെ കോളറിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് പാർക്കിംഗ് യാർഡിലേക്ക് കാർ ഓടിച്ചു. ഇതിനിടെ നിലത്ത് വീണ മധുസൂദനെ കാർ പാർക്ക് ചെയ്ത് ഇറങ്ങി വന്ന ബെഞ്ചമിൻ നിലത്തിട്ട് ചവിട്ടുകയും സമീപത്ത് കിടന്നിരുന്നൊരു തടിക്കഷ്ണം ഉപയോഗിച്ച് ക്രൂരമായി തല്ലിച്ചതയ്ക്കുകയും ചെയ്തു. താങ്കളും സത്യനാഥനും തല്ലരുതെന്ന് ബെഞ്ചമിനോട് പലവട്ടം കേണപേക്ഷിച്ചുവെങ്കിലും മധുസൂദനൻ നിശ്ചലനാകും വരെ പ്രതി മർദ്ദനം തുടർന്ന് പ്രതി കടയിലേക്ക് പോയതിനു ശേഷമാണ് താങ്കളും സത്യനാഥനും ചേർന്ന് മധുസൂദനെ എടുത്തുയർത്തുന്നതും നിലവിളി കേട്ട് റോഡിൽ നിന്നും മറ്റും വന്നവരുടെ സഹായത്താൽ പോലീസിൽ വിവരമറിയിക്കുന്നതും. ഇതല്ലേ അന്നവിടെ സംഭവിച്ചത്? അല്ല. അല്ലേ? പിന്നെ സാറ് മധുസൂദനെ തല്ലുന്നത് ഞാൻ കണ്ടിട്ടില്ല. കണ്ടെന്നാണല്ലോ നിങ്ങളന്ന് പോലീസിന് കൊടുത്ത മൊഴി. തല്ലാൻ ഉപയോഗിച്ച തടിക്കഷ്ണം വരെ നിങ്ങളന്ന് തിരിച്ചറിഞ്ഞതല്ലേ? സാർ, അത് പോലീസുകാർ എന്തൊക്കെയോ എഴുതിയിട്ട് ഒപ്പിടാൻ പറഞ്ഞു. ഞങ്ങളത് ഒപ്പിട്ട് കൊടുത്തു, അത്രേ ഉള്ളൂ. അപ്പോ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ലെന്നാണോ?
സാർ അത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തു പോയി സിഗരറ്റ് വലിക്കാൻ വേണ്ടിയിട്ട് ഓ. തിരിച്ചു വരുമ്പോൾ മധുസൂദനൻ നിലത്ത് വീണ് കിടക്കുന്നതാണ് കണ്ടത്. സാറ് നേരത്തെ തന്നെ വണ്ടി പാർക്ക് ചെയ്ത് കടയിലേക്ക് പോയിരുന്നു. പണവും സ്വാധീനമുള്ള മുതലാളിയെ ഭയന്നിട്ടോ അതൊക്കെ കാശ് കെട്ടുന്ന കരുതിയിട്ടോ കൂട്ടത്തിലൊരുത്തനെ കൺമുന്നിലിട്ട് ഇങ്ങനെ അടിച്ചു വന്ന ആളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്. മിസ്റ്റർ വിശ്വംഭരൻ, താൻ ധൈര്യമായിട്ട് സത്യം മാത്രം പറയൂ. തനിക്കൊന്നും പറ്റാതെ കോടതി നോക്കിക്കോളൂ. നിങ്ങളുടെ അതേ തൊഴിൽ ചെയ്തിരുന്ന ഏകദേശം ഒരേ പ്രായത്തിലുള്ള ഒരു സാധു മനുഷ്യനാണ് അന്ന് കൊല്ലപ്പെട്ടത്. നിങ്ങൾ അയാളുടെ ഭാര്യയും മകളെയും നോക്കൂ. അവരുടെ ഏക പ്രതീക്ഷയും ആശ്രയവും ധൈര്യവുമായിരുന്ന മനുഷ്യനാണ് അന്ന് ആ രാത്രിയിൽ ശരീരം നുറുങ്ങുന്ന വേദനയോടുകൂടി കൊല്ലപ്പെട്ടു വീണത്. സത്യം പറയൂ വിശ്വംഭരൻ, നിങ്ങൾക്കൊരു കുടുംബമില്ലേ? നാളെ അവർക്ക് ഈ ഗതി വന്നാൽ നിങ്ങളെല്ലാം കണ്ടതല്ലേ? സാർ പറഞ്ഞതേ എനിക്ക് പറയാനുള്ളൂ. മധുസൂദനെ കൊന്നാരാണെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. Your Honor, PW1 may be declared as hostile witness. ഡിഫൻസ് കൗൺസിൽ. നോ ക്രോസ് മൈ ലോർഡ്. സത്യനാഥൻ ശശിധരൻ. മകൻ എപ്പോഴും സത്യത്തിനൊപ്പം നിൽക്കണമെന്ന് ആഗ്രഹിച്ചാവും പണ്ട് അച്ഛനെ ഇങ്ങനെ ഒരു പേരിട്ടുണ്ടാവുക അല്ലേ? ഈ മധുസൂദൻ ആളെങ്ങനെ സ്നേഹമുള്ള ആളായിരുന്നു? അതെ. എന്ന് വെച്ചാൽ താങ്കൾക്കും മധുസൂദനോട് സ്നേഹമുണ്ടായിരുന്നു, നിങ്ങൾ സുഹൃത്തുക്കളുമായിരുന്നു. അതെ. ആയിരിക്കുന്ന മധുസൂദന്റെ കുടുംബത്തെ താങ്കൾക്ക് പരിചയമുണ്ടോ? ഉണ്ട്. ഒറ്റ രാത്രി കൊണ്ട് അനാഥമായി പോയ ആ മകൾക്കും അമ്മയ്ക്കും നീതി കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഒബ്ജക്ഷൻ യുവർ ഓണർ. അനാവശ്യ ചോദ്യങ്ങൾ ചോദിച്ച് പ്രോസിക്യൂട്ടർ സാക്ഷിയെ കൺഫ്യൂസ് ചെയ്യുകയാണ്. ആവശ്യമില്ലാത്ത ഓവർ റൂൾഡ്. ഒന്നാം സാക്ഷി വിശ്വംഭരൻ ഈ കോടതിയിൽ പറഞ്ഞത് മുഴുവൻ നുണയല്ലേ? കൊലപാതകം നടന്ന അന്ന് നിങ്ങൾ പോലീസിന് കൊടുത്ത മൊഴിയല്ലേ സത്യം? സാർ, വിശ്വംഭരൻ പറഞ്ഞതാണ് ശരി. മധുസൂദനെ കൊന്നതാരെന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല. ആ സമയത്ത് ഞങ്ങൾ സിഗരറ്റ് വലിക്കാൻ പോയിരിക്കായിരുന്നു. ഗുഡ് മോർണിംഗ് സാർ. അങ്ങോട്ട് മാറ്റി നിർത്ത്. അകത്തേക്ക് പോ സാർ. പിടിക്കണോ നോക്കി? എന്തായാലും പറ്റി സാർ. ഓക്കെ അല്ലേ? പൈപ്പ് എവിടെ? സർ അവിടെ ഉണ്ട്. സാർ അങ്ങോട്ട് പോ സാർ. ഒരാൾ തെന്നി വീഴുന്ന ഇത്ര മോശം കാര്യമാണോ? ഏയ് ഒരിക്കലും സാർ. പിന്നെന്തിനാണോ ഇവന്മാരൊക്കെ ഇങ്ങനെ കിടിക്കുന്നത്? എല്ലാത്തിനും അറസ്റ്റ് ചെയ്യണം. അതെങ്ങനെ സാർ? എന്നാ താനൊരു കാര്യം ചെയ്യും, ഇച്ചിരി ബ്ലീച്ചിങ് പൗഡർ എടുത്തും നേതർ. സാർ, ക്രൈം സീനല്ലേ, അവിടെ ബ്ലീച്ചിങ് പൗഡർ ഇട്ടാ? എന്നാ അതും വേണ്ട. സർ കൊട ഐഡന്റിഫൈ ചെയ്തോ? സർ ചെയ്തു. നീനുവായി. കൊട ഇങ്ങോട്ട്. ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നല്ലോ. ആ കുട്ടിയുടെ കൂടെയുള്ള കുട്ടി ഇന്ന് രാവിലെ വീട്ടിൽ പോയതേ ഉള്ളൂ. ആ കുട്ടി പൊതുവെ എല്ലാ ആഴ്ചയും വീട്ടിൽ പോകുന്ന. വല്ലാത്ത വീഴ്ചയായിപ്പോയി. സാറേ, ചെളി ഇരിപ്പുണ്ടോ സാർ അവിടെ? അങ്ങോട്ട് അധികം നോക്കണ്ട. യെസ് സർ. സാർ ഈ കുട്ടിയെ അറിയാൻ സാധ്യത ഉണ്ടാവും. എനിക്ക് ആളൊരു സെലിബ്രിറ്റി മോഡലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഒക്കെയാണ്. ഇൻഫോം ചെയ്താരാ? അത് അപ്പുറത്തെ വീട്ടിലെ സാറാ. എത്ര മണിക്ക്? ഒരു 8 മണിയെ കാണും. ഡോർ അടഞ്ഞാണോ കിടന്നിരുന്നത്? അതെ സാർ, ബട്ട് ലോക്ക്ഡ് അല്ലായിരുന്നു.
ഹോമിസൈഡോ ആക്സിഡന്റോ? It looks like homicide. ചെരുപ്പ് ഹൈ ഹീലാണ്. തെന്നി വീണതാവാൻ ചാൻസ് അല്ലേ? Rare chance. അത്രയും ശക്തിയായിട്ടാണ് ബാക്ക് ഹെഡ് ഇടിച്ചിട്ടുള്ളത്. തെന്നി വീണതാണെങ്കിലും ഓക്സിപിറ്റൽ ഫ്രാക്ചർ ഉണ്ടായാൽ തീർന്നില്ലേ? Let's wait for the autopsy report. എത്ര പേരുടെ ഫിംഗർ പ്രിന്റ്സ് ഉണ്ട്? പ്രധാനമായും 2 പേരുടെ. രണ്ടും സീം ടു ബി ഫീമെയിൽ. അപ്പോൾ മെയിൽ ഫിംഗർ പ്രിന്റ്സ് ഒന്നുമില്ലേ? ഇല്ലെന്നാ തോന്നുന്നത്. പിന്നെ ആ കോളിംഗ് ബെൽ സ്വിച്ചിലും ചുമരിലും കുറച്ച് ഫിംഗർ പ്രിന്റ്സ് ഉണ്ട്. മേ ബി വിസിറ്റേഴ്സിൻ്റെ ആകാം. അപ്പോൾ ഓട്ടോപ്സിക്ക് വിടാല്ലേ സാർ? സാർ ലാപ്ടോപ്പും ടാബ്ലറ്റും ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത്ര നോക്കിയിട്ട് ഫോൺ മിസ്സിംഗ് ആണ്. ഫോൺ യൂസ് ചെയ്തിരുന്ന ആളാണ്? അല്ല, ചില സമയം ഈ സെലിബ്രിറ്റീസ് ഒക്കെ ഫോൺ യൂസ് ചെയ്യാറില്ലല്ലോ. അവരുടെ മാനേജേഴ്സും സെക്രട്ടറീസും ഒക്കെ അല്ലേ കാര്യങ്ങൾ നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവരെ ഐഡന്റിഫൈ ചെയ്യണം. ഷുവർ സാർ. ഈ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി ചുറ്റുപാടൊക്കെ നോക്കിക്കല് എൻ്റെ ഒരു ശീലമാണ്. ഇന്നാണെങ്കിൽ നല്ല മഴ ഉണ്ടായിരുന്നല്ലോ. ഈ ജനലിൽ കൂടി നേരെ നോക്കിയാൽ കാണാനാണ് എൻ്റെ മുറി. എന്നിട്ട് ഇവിടെ നിന്ന് നല്ല പാട്ട് ഒച്ചത്തിൽ കേൾക്കുമായിരുന്നു. അതൊരു പതിവാണ്. അങ്ങനെ എൻ്റെ കണ്ണൊന്നാ ജനലിലേക്ക് പാളി. അതും ശീലമായിരിക്കും, പെമ്പിള്ളേരുള്ള വീടായതുകൊണ്ട്. അയ്യോ സാർ, ഈ പെമ്പിള്ളേരുള്ളതുകൊണ്ട് എൻ്റെ ഒരു ശ്രദ്ധ എപ്പോഴും ഉണ്ടാവും, ഈ നിതാന്ത ജാഗ്രത. അതെ അതെ അതെ, ബാക്കി പറ. ഈ പാളി കിടക്കണ ജനലിലൂടെ ഒരു വട്ടം ഞാൻ കണ്ടു സാർ കിടക്കണത്. എൻ്റെ മനസ്സൊന്ന് പാളി, അല്ല കാളി. ഇങ്ങനെ ഒരു കിടപ്പ് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല സാർ. ആരുടെ? ഒരു കമ്പെടുത്ത് ഞാൻ ആ ജനൽപ്പാളി ഒന്ന് മാറ്റിപ്പോയാണ് സാർ കണ്ടത്. ഓ, അപ്പോൾ തന്നെ ഞാൻ ഹൗസ് ഓണറെ വിളിച്ചു, പക്ഷെ കിട്ടിയില്ല. അങ്ങനെയാണ് ഞാൻ സ്റ്റേഷനിലേക്ക് വിളിച്ചത്. എത്ര മണിക്കാ? ഒരു 8 മണിയായിട്ടുണ്ടാവും സാർ. 8 മണിക്കാണോ നിങ്ങൾ എഴുന്നേക്കുന്നത്? ഇന്നലെ ഇവർ കിടക്കാൻ ലേറ്റ് ആയതുകൊണ്ട് ഞാനും കിടക്കാൻ ലേറ്റായി. അപ്പോൾ നിങ്ങൾ വെളുപ്പംകാലത്ത് ഇവിടുന്ന് ശബ്ദോ ബഹളോ ഒന്നും കേട്ടില്ലേ? അങ്ങനെയൊന്നും കേട്ടില്ല. പിന്നെ നല്ല മഴ ഉണ്ടായിരുന്നല്ലോ സാർ. ഈ ഡെഡ് ബോഡി കാണാതെ എനിക്ക് പേടിയാ. ഞാൻ പുറത്ത് നിന്നോട്ടെ. നമ്മളൊക്കെ എന്നായാലും ഡെഡ് ആവേണ്ട ബോഡിയല്ലടോ. അല്ല സാർ, അപ്പോൾ നമ്മൾ ആ ബോഡി കാണുന്നില്ലല്ലോ. ഇപ്പൊ പുറത്ത് നിൽക്കാൻ പറ്റുമോ? ചെല്ല്. ശരി സാർ, ഇനി മേലെ ഒളിഞ്ഞു നോക്കൂല. സാർ, ആ കൂടെയുള്ള കുട്ടിയെ ലൈന് കിട്ടി വരാൻ പറഞ്ഞിട്ടുണ്ട്. അവളുടെ CDR എടുക്കണം. ഓക്കെ സാർ, മരിച്ച പെൺകുട്ടിയുടെ ഫോൺ ഉപയോഗിച്ചിരുന്ന ആളാണെങ്കിൽ ഉറപ്പായിട്ടും എടുക്കണം. എന്നിട്ട് അവളുടെ ഫ്രീക്വന്റ് കോൾ ലിസ്റ്റിലുള്ള ആളുകളുടെ CDR എടുത്തിട്ട് എൻ്റെ മെയിലിലേക്ക് തന്നെ അയക്കണം, ഇന്ന് തന്നെ. ഷുവർ സാർ. CDR അല്ലേ? അത് താനെടുക്കണോ ഞാൻ എടുക്കണോ? പുറത്ത് എന്തിനാണോ ഇത്രയും മീഡിയ? സാർ, മരിച്ചത് സെലിബ്രേറ്റ് അല്ലേ സാർ? പോരാത്തതിന് സോഷ്യൽ മീഡിയയിലെ താരവും അതിൻ്റെതായൊരു... അതെ സാർ. ഒറ്റ ഡീറ്റെയിൽസ് മാർക്ക് കൊടുക്കരുത്. ഇല്ല സാർ. വെറുതെ കിടന്ന് ആഘോഷികളെ. പോലീസിന്റെ അനാസ്ഥ ഇനാസ്ഥ കോണാസ്ഥ മാങ്ങത്തോലി. സാറേ, നിക്ക്. കോമ്പൗണ്ട് മൊത്തം ബാരിക്കേഡ് ടൈപ്പ് വെച്ച് കെട്ടണം. ഒരൊറ്റ ഫോട്ടോ പോലും പുറത്തു പോരുത്. ഒരിക്കലും ഇല്ല സാർ. എന്താ പറയുമെന്ന്? സാറേ, ഹൗസ് ഓണർ ഒന്ന് പോയിക്കോട്ടേന്ന് ചോദിക്കുന്നു. വേണ്ട, 2 ദിവസം ഇവിടെ താമസിച്ചോളാം. അല്ല, സ്റ്റേറ്റ്മെന്റ് എടുത്തെങ്കിൽ പറഞ്ഞു വിടറേ, മനസ്സിലായി? കഷ്ടം. എന്ത് പാടി? അല്ല, ഗോപാലകൃഷ്ണ പണിക്കർ വിളിച്ചപ്പോൾ ഞാൻ... അമർ ഇനിയും കൂവോടോ? ഇനി കോ സാർ. ഡോൺ വറി സാർ, ജീപ്പ് പുറകോട്ട് എടുക്കാൻ പറയാം. കുഴപ്പമില്ല, നമുക്ക് കയറാം. മാക്സിമം ബാക്ക് എടുക്കാൻ പറ, എന്നിട്ട് ഞാൻ ഇറങ്ങാം. അതിൻ്റെ ആവശ്യം. അതെ സാർ, ഞാൻ പറഞ്ഞിട്ടുണ്ട് സാർ. അതെ അതെ, എന്തായാലും ചാനൽ മാറ്റി വല്ല പാട്ട് വിടറോ? എല്ലാ ഫോട്ടോയും ലൈഫല്ലേ? എന്നാലേ കാര്യം മനസ്സിലാവുള്ളൂ. അതിൻ്റെ ആവശ്യമില്ല. സാർ, എന്താ സാർ, നീനുവിൻ്റെയും ഫ്രീക്വൻറ്റ് കോൺടാക്ട്സിൻ്റെ CDR, ടവർ ലൊക്കേഷൻ, പിന്നെ നീനു വർക്ക് ചെയ്ത കമ്പനിയുടെ ഡീറ്റെയിൽസ്, ബാങ്ക് ഡീറ്റെയിൽസ്, ഇവയെല്ലാം കളക്ട് ചെയ്ത് കഴിഞ്ഞു സാർ. സാർ, നീനുവിന്റെ റൂംമേറ്റ്, മാനേജർ, പാൽക്കാരൻ, പത്രക്കാരൻ, കുടുംബശ്രീക്കാരൻ ഇവരുടെ എല്ലാവരുടെ മൊഴിയെടുത്ത് കഴിഞ്ഞു. പ്രത്യേകിച്ച് ആരോടെ വന്നത് ഇവരാരും തന്നെ കണ്ടിട്ടില്ല. നീനുവിന്റെ റൂംമേറ്റ് അഞ്ജിതയും മാനേജർ ഭഗത്തും പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് സാർ. ആ പെൺകുട്ടിയാണോ അവിടെ ഫ്രണ്ട് ഓഫീസിലിരിക്കുന്നത്? അതെ സാർ.
ഫിംഗർ പ്രിന്റ് സാർ ഐഡന്റിഫിക്കേഷൻ ലേഡി ഫിംഗർ പ്രിൻറ്റ് നീനുവിൻ്റെയും റൂംമേറ്റിൻ്റെ ആണെന്ന് തെളിഞ്ഞു സാർ. മെയിൽ പ്രിൻറ്റ് മാനേജർ ഭഗത്തിൻ്റെ ഒത്തു നോക്കി, പക്ഷേ മിസ് മാച്ചിങ് ആണ് സാർ. ഒരു കാര്യം ചെയ്യും, ആ അയൽക്കാരൻ്റെയും ഹൗസ് ഓണർ ഗോപാലകൃഷ്ണ പണിക്കരുടെയും ഫിംഗർ പ്രിന്റ്സ് ക്രോസ് മാച്ച് ചെയ്തേക്ക്. സാർ അന്വേഷണം തകൃതിയായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന തോന്നൽ ഉണ്ടാക്കണം. ഉണ്ടാക്കാം സാർ. യെസ് സർ. സാർ എനിക്ക് തോന്നുന്നത് ഈ നീനും അധികം സോഷ്യലൈസ് ചെയ്യുന്ന ആളൊന്നും അല്ലെന്നാ. അവരുടെ CDR പരിശോധിച്ചാൽ തന്നെ അറിയാം. ഹാർഡ്ലി 6-7 കോൾസിൻ്റെ ഡേ അത്രേ ഉള്ളൂ. എൻ്റെ വൈഫിന് തന്നെ ഡെയിലി ഒരു 10-15 കോൾസ് വരാറുണ്ട് സാർ. അതെനിക്ക് എങ്ങനെ അറിയാം? ഫോൺ ചെക്ക് ചെയ്യോ? കഷ്ടം. കമ്മീഷണർ സാർ, എവിടെയാണോ താൻ? ഇൻവെസ്റ്റിഗേഷനിലാണ് സാർ. എന്ത് ഇൻവെസ്റ്റിഗേഷൻ? ആഴ്ച ഒന്നായിട്ട് സസ്പെക്ട് ലിസ്റ്റ് പോലും തയ്യാറാക്കാൻ സാധിക്കാത്ത താൻ എന്ത് ഇൻവെസ്റ്റിഗേഷൻ ആണോ നടത്തുന്നത്? സാർ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. ഇച്ചിരി കൂടെ സമയം കിട്ടിക്കഴിഞ്ഞാൽ. എടോ, ഇവിടെ നടക്കുന്ന പ്രതിഷേധ മാർച്ച് സമരം ഒന്നും താൻ കാണുന്നില്ലേ? തലസ്ഥാനത്ത് ഇന്നും ചെലവായി 2 പേർക്ക് വെള്ളം. മാക്സിമം 5 days. അതിനുള്ളിൽ തന്നെ കൊണ്ട് തൊലിക്കാൻ പറ്റില്ല കേസ് ക്രൈം ബ്രാഞ്ചിനോടും. അതാ ഇടിച്ചിട്ട് സ്റ്റാർട്ട്. സാർ ഐ വിൽ ക്ലോസ് ദ കേസ് ബിഫോർ ദാറ്റ് സാർ. ഹലോ സാർ. എന്താ സാർ? എന്താണ് സാർ സാർ എന്ത് അവിടെ വെച്ചിട്ടുണ്ടോ? സാർ കമ്മീഷണർ ഭയങ്കര കലിപ്പിലാണല്ലേ സാർ? സോഷ്യൽ മീഡിയയിൽ യൂത്ത് മൊത്തം ഇളകിയിരിക്കുക. സാറേ ഓംലെറ്റ് പ്ലേറ്റും കളഞ്ഞു എൻ്റെ വായിക്കാത്തോട്. സാർ പോയാലോ സാർ? നമുക്ക് പോവാം. എടോ, എൻ്റെ സംശയം ഇതാണ്. ഓട്ടോപ്സി റിപ്പോർട്ട് പ്രകാരം മർഡർ നടന്നിരിക്കുന്നത് 5:30-നും 6:00-നും ഇടയിലാണ്. 5:30 വരെ ആ റൂംമേറ്റ് അവിടെ ഉണ്ട്. പത്രക്കാരൻ്റെ മൊഴി അനുസരിച്ചിട്ട് 5:45-നാണ് അയാൾ അവിടെ പത്രം ഇടുന്നത്. അതെ. ആ കോളനിയിലുള്ള മുഴുവൻ വീടുകളിലും പത്രം ഇട്ട് തീരണമെങ്കിൽ മിനിമം ഒരു 5-8 മിനിറ്റ് എടുക്കൂലേ? ഉറപ്പായിട്ടും. ശരിയാ. ആ സമയത്തിനിടയിൽ ആ മർഡർ വന്നതോ പോയതോ അയാൾ കണ്ടിരിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. സർ, ഞങ്ങൾ 2 പേരും മാറി മാറി ചോദിച്ചതാണ്. അയാളോട് ആരെയും കണ്ടില്ലെന്നാ പറയുന്നേ. അയാളെ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു വരുത്തുക സാർ. എന്നിട്ട് ചോദിക്കേണ്ട പോലെ അങ്ങ് ചോദിക്കാം. ഷുവർ സാർ. ഓക്കെ സർ. ആ ഓക്കെ. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് കേസ്, അതുകൊണ്ടാണ്. ഈ ദിനേഷ് സാറിൻ്റെ റൂം? സാർ 6 റൂമില്ല. ഈ റൂമോ? 6. ആ എത്തിയോ? താ ഒരു കാര്യം ചെയ്യാം, അവിടെ വെയിറ്റ് ചെയ്തു. സാറ് കുറച്ച് തിരക്കില്ല, വിളിപ്പിക്കാം. സാറേ ഞാൻ മാഡോ. മാഡം, ഞാൻ അവളെ അടിച്ചിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് കൈവച്ചിട്ടേ ഉള്ളൂ. ആണോ? ഞങ്ങളതൊക്കെ തന്നെ ചെയ്യുള്ളൂ. നടക്ക്. ഇരിക്ക്. സാർ, ആ പത്രക്കാരൻ വന്നിട്ട് കുറേ നേരമായി സാർ. എത്ര നേരമായി? ഏകദേശം ഒരു 2 മണിക്കൂറോളമായി. മാനസികമായിട്ടൊന്ന് തളരണം. ഒരു അരമണിക്കൂറും കൂടെ അവിടെ കിടക്കട്ടെ. സാർ. സാറിനൊന്നും വേണ്ട, എനിക്ക് പെട്ടെന്ന് പോവായിരുന്നു. വിളിക്കാം, സാറ് വിളിക്കും, വെയിറ്റ് ചെയ്തോ. അല്ല, ഞാൻ പറയാനുള്ളതൊക്കെ അന്നേ പറഞ്ഞ. താൻ അപ്സെറ്റ് ആവാനോ? വിളിക്കും, ഇരിക്കേ. അപ്സെറ്റ് ആയിട്ടൊന്നുമല്ല, എനിക്ക് പോയിട്ട് വേറെ പരിപാടി ഉണ്ടായിരുന്നു. പരിപാടിയാ? എന്തോന്ന് പരിപാടി? ഇരിക്കണോടാ. സാറേ, ഇത്ര അത്യാവശ്യം തന്നെ വീട്ടുകളാ. തനിക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? വേണ്ട. താനിരിക്ക്. കുടിക്കാൻ കൊടുക്കാൻ പോണോ? ഹരി അന്ന് അവിടെ പത്രം ഇടുന്ന എത്ര മണിക്കാ? 5:30-ക്കാണോ? 5:45 ആ സമയത്ത്. ആ കോളനിയിലുള്ള എല്ലാ വീടുകളിലും പത്രം ഇട്ട് തീരാൻ എത്ര സമയം എടുക്കും? ഒരു 8 മിനിറ്റ് കൊണ്ട് കഴിയാറുണ്ട്. ആ കോളനിയിലേക്ക് വരാനും പോകാനും ഒരൊറ്റ വഴിയേ ഉള്ളൂ. ആ, വാഹനങ്ങൾക്ക് വന്നു പോകാനായിട്ട് ഒറ്റ വഴിയുള്ളൂ. ഈ 8 മിനിറ്റിനിടയിൽ ആരെങ്കിലും അങ്ങോട്ട് വരുവോ പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹരി അവരെ കാണേണ്ടതാണ്. അതെ. അങ്ങനെ ആരെങ്കിലും അന്ന് അവിടെ കണ്ടിരുന്നോ? അങ്ങനെ ഒരാൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല.
ഉറപ്പാണോ? എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ള ഉറപ്പാണ്. അപ്പം 5:45-നും 5:55-നും ഇടയിൽ ഹരി അല്ലാതെ മറ്റാരും അങ്ങോട്ടേക്ക് വന്നിട്ടില്ല. എൻ്റെ അറിവിലില്ല. കൊല്ലപ്പെട്ട നീനുവിനെ ഹരി കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ചില സമയങ്ങളിൽ പത്രയിടാൻ പോകുമ്പോൾ അവരോട് രാവിലെ എഴുന്നേറ്റ് കയറുണ്ട്. നീനുമായിട്ട് എങ്ങനെയായിരുന്നു? കണ്ടാൽ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ടോ? കാണുന്ന സമയങ്ങളൊക്കെ ഞങ്ങൾ സംസാരിക്കും. അവസാനമായിട്ട് എപ്പോഴാണ് സംസാരിച്ചേ? 1 മാസമായിട്ടുണ്ടാവും. കഴിഞ്ഞ മാസത്തെ കളക്ഷൻ പോയ സമയത്ത്. അപ്പോൾ നീനുമായിട്ട് ഫോണിലും നേരിട്ടും ഒക്കെ സംസാരിക്കാറുണ്ട് അല്ലേ? ചില സമയങ്ങളിൽ ചില മാഗസീനൊക്കെ വാങ്ങാൻ കൊണ്ടുവരാനായിട്ട് നീനു ഫോണിൽ സംസാരിക്കാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ നീനുവിനെ ഫോളോ ചെയ്യാറുണ്ടോ? ഫോട്ടോസൊക്കെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയറും ഒക്കെ ചെയ്യാറുണ്ട്. ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യാറുണ്ട്, ഷെയറും ചെയ്യാറുണ്ട്. ഹരി എന്തോരെ പഠിച്ചു? MCA കംപ്ലീറ്റഡ് ആണ് സർ. MCA? ആ. എടോ MCA വരെ പഠിച്ചിട്ട് താനെന്താടോ IT കമ്പനിയിലൊന്നും ജോലി ചെയ്യാത്ത? ഇങ്ങനെ പത്രോട്ട് ജീവിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ വർക്ക് ചെയ്തിരുന്നു സാർ ACS ടെക്നോളജീസിൽ. അവിടെ സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ് ആയിട്ട്. പിന്നെ അത് വിട്ടു. ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ ചേർന്നൊരു ചെറിയൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഓ അങ്ങനെയാണ്. പിന്നെ പത്രം, അത് അച്ഛനായിട്ട് തുടങ്ങി വെച്ചു എൻ്റെ ഏജൻസി. പിന്നെ അത് മുടക്കണ്ടെന്ന് വെച്ചു. അപ്പോൾ പത്രം എന്ന പിള്ളേർ ആരെങ്കിലും മുടങ്ങുമ്പോൾ ഞാൻ അവിടെ ഇടാറുണ്ട് പത്രം. ആ പ്രൊഫഷൻ്റെ കാര്യം പറഞ്ഞതൊക്കെ നോട്ട് ചെയ്തോളൂ കേട്ടോ. റിപ്പോർട്ടിൽ കറക്റ്റ് വയ്ക്കാനുള്ളത്. തൻ്റെ ഇമെയിൽ ID ഒന്ന് എഴുതിയേക്കാം. പൊക്കോ. താങ്ക് യു സർ. പിൻ ചെയ്ത് വെച്ചോ. അവൻ്റെ ഫിംഗർ പ്രിൻ്റ് ഒന്ന് എടുക്കണം. CDR-ഉം. ഓക്കെ സർ. ഇതെന്താ ഇൻവെസ്റ്റിഗേഷൻ സീരീസാ? ആ സബ് ടൈറ്റിൽസ് കൂടെ ഇട്, എല്ലാം മനസ്സിലാവണ്ടേ. മനോജ് പറ. 2 ഗുഡ് സർവീസ് എൻട്രി ഒരുമിച്ചടിക്കാൻ പറ്റിയൊരു ഇൻഫർമേഷൻ ഉണ്ട്. 2 ഫുള്ള് വാങ്ങിച്ചു തരാമെങ്കിൽ പറയാം. മനോജ് പറ. പത്രത്തിൽ പേര് വന്നിട്ടൊക്കെ കുറേ കാലം ഇവിടെ പറ. സംഭവം ഡ്രഗ്സ് ആണ്. ഒരു 5 കോടിയുടെ മുതലെങ്കിലും കാണും. ഓ താങ്ക് യു മനോജ്. ഞാൻ ഇപ്പം തന്നെ പുറപ്പെട്ടേക്കാം. വേണ്ട, ഉറക്കം ഒന്നും കളയണ്ട. നാളെ ഫുൾ അവർ അവിടെ തന്നെ കാണും. അടിപൊളി. അപ്പം ഞാൻ റെയ്ഡിൻ്റെ സമയം ഞാൻ മെസ്സേജ് അയക്കാം. താൻ മീഡിയക്കാരെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചോ. ഈ മുകളിലുള്ളവന്മാർ അറിഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റൊക്കെ അവന്മാരെ കൊണ്ടുപോകും. ഓക്കെ വെച്ചേക്കട്ടെ. ഓക്കെ ബൈ. അതെ, നാളെ ഉച്ചക്കത്തെ ന്യൂസ് മിസ് ചെയ്യണ്ട. ഒരു സർപ്രൈസ് ഉണ്ട്. സൂക്ഷിച്ച് വേണം, മറിഞ്ഞടിച്ച് വീണേക്കരുത്.